യു.ഡി.എഫ് ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയിൽ കിടന്നത് കോൺഗ്രസ് മുഖ്യമന്ത്രി ആരുടെ കാര്യത്തിലൊക്കെ ചർച്ചകളൊക്കെ തുടങ്ങി സജീവമാണ്. അത് അവർ തീരുമാനിക്കട്ടെ. അത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്, മണക്കാടാണ് തീരുമാനിക്കുന്നത്, തർക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരായിരിക്കണം എന്നവർ തീരുമാനിക്കട്ടെ. അത് നാളത്തെ എണ്ണിക്കഴിഞ്ഞിട്ട് പോരെ. യു.ഡി.എഫ് ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയിൽ കിടന്നത് കോൺഗ്രസ് മുഖ്യമന്ത്രി ആരുടെ കാര്യത്തിലൊക്കെ ചർച്ചകളൊക്കെ തുടങ്ങി സജീവമാണ്. അത് അവർ തീരുമാനിക്കട്ടെ. അത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്, മണക്കാടാണ് തീരുമാനിക്കുന്നത്, തർക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നടേശൻ്റെ ആ ഭയം നടേശനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാ. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം, ലീഗിൻ്റെ കാര്യം എന്നൊന്നുമില്ല. ഇത് ടീം യു.ഡി.എഫ് ആണ്. ടീം യു.ഡി.എഫ് ആണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ടീം യു.ഡി.എഫ് ആണ് ഭരിക്കാൻ പോകുന്നതും. അവിടെ ടീം യു.ഡി.എഫിലുള്ള ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരുടെയും റോൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യും. പിന്നെ നടേശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നടേശ യു.ഡി.എഫ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കും. അതിൽ നടേശന് ഒരു തരത്തിലുള്ള ഒരു റോളും ഒരു മൈരും അതിൽ നടേശനില്ല എന്നുള്ളതാ. പിന്നെ നടേശൻ്റെ കാര്യത്തിൽ ഇപ്പം നടേശൻ്റെ കാര്യം എന്തെങ്കിലും ഒന്ന് ചോദിച്ചറിയണമെങ്കിൽ തന്തയുമില്ല തള്ളയുമില്ല, രണ്ടുപേരും മരിച്ചുപോയി അല്ലേ. ഉണ്ടായിരുന്നെങ്കിൽ തള്ളയോട് ചോദിക്കാമായിരുന്നു കൃത്യമായിട്ട് വിത്ത് പാകിയത് ആരാണ് എന്നെങ്കിലും ഒന്ന് തള്ളയോട് ചോദിച്ചൊന്ന് ഉറപ്പ് വരുത്താമായിരുന്നു. മനസ്സിലായില്ലേ? അതിപ്പോൾ രണ്ടുപേരും ജീവിച്ചിരിക്കാത്ത കാലത്തോളം ജീവനയോടെ ഇല്ലാത്തത് കൊണ്ട് അത് ചോദിക്കാൻ നിർവാഹവുമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിലും മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് തീരുമാനമെടുക്കാൻ. അവർ തീരുമാനമെടുത്തോളും. നടേശനോട് ആരും ബുദ്ധി ചോദിച്ചിട്ടില്ല, നടേശനോട് ആരും അഭിപ്രായവും ചോദിച്ചിട്ടില്ല, നടേശനെ കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. നടേശൻ എന്ന് പറയുന്ന ഘടകം യു.ഡി.എഫിനകത്ത് ഇല്ലതാനും. മനസ്സിലായില്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു പരിഗണനാ വിഷയം ഉണ്ടാകണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ട് വേണ്ടേ? അങ്ങനെ ഒന്നും ഇല്ലതാനും. എന്താണെങ്കിലും നടേശ നല്ല ഭയമുണ്ട് അല്ലേ? ആ ഭയം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ടീം യു.ഡി.എഫ് ഭരിക്കും, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും. മനസ്സിലായില്ലേ? വി.ഡി. സതീശൻ തന്നെ ഇരിക്കും. അത് നടേശന് വലിയ തർക്കം അതിൽ വേണ്ട. കാരണം ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നടേശനല്ല. ഇവിടെ നടേശൻ വെറും വർഗീയ വിഷജന്തുവിനെ മാത്രമാണ്. ആ വർഗീയ വിഷജന്തുവിനെ ആരുടെ മുന്നിലും തല കുനിക്കാത്ത, ആ വർഗീയതയെ എതിർക്കുന്ന സതീശൻ്റെ നിലപാടുകൾ, ആ സതീശൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കും. മനസ്സിലായില്ലേ? സതീശനെ ലീഗ് പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ നടേശന് വല്ലാതെ മൂലം കടയണ്ട, നടേശന് വല്ലാതെ കുരു പൊട്ടണ്ട. ലീഗിൻ്റെ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾക്കൊപ്പം ലീഗ് നിൽക്കും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാ, നടേശ നീ ലീഗിൻ്റെ തന്തയാവാൻ നിൽക്കണ്ട. നീ ഉണ്ടാക്കിയ രണ്ടെണ്ണത്തിൻ്റെ തന്തയാണോ എന്നുള്ള കാര്യം നീ ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്ത്. അത് കഴിഞ്ഞിട്ട് ആവാം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ. അപ്പോഴും ലീഗിൻ്റെ തന്തയാവാനുള്ള അത് നിനക്കില്ല. മനസ്സിലായില്ലേ? അത് നിനക്കില്ല. ഞാൻ കൂടുതൽ വാക്കുകൾ പ്രയോഗിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നടേശന് വല്ലാതെ കുരുപൊട്ടും സ്വാഭാവികമായിട്ടും. എന്താ കാര്യം? നടേശനെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, നടേശൻ്റെ വരും ദിവസങ്ങളിൽ നടേശന് ഊമ്പാൻ കിട്ടൂല എന്നുള്ളതാണ് ഒരു കാര്യം. ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം, നടേശന് ഊമ്പാൻ കിട്ടൂല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുന്ന ആളാ വി.ഡി. സതീശനാ. ആ സതീശന് ലീഗിൻ്റെ പിന്തുണ കൂടി ഉണ്ടാവുകയാ. അപ്പോൾ ലീഗിൻ്റെ പിന്തുണ കൂടി ഉള്ളപ്പോൾ എന്താ കാര്യം? സതീശൻ്റെ ആ കസേരയ്ക്ക് ഒന്നുകൂടി ബലമേറുകയാണ്, അതിനൊന്നുകൂടി ശക്തിയേറുകയാണ്. അതുതന്നെയാണ് നടേശനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം, വലിയ വിഷമമുള്ള കാര്യം. മനസ്സിലായില്ലേ? മാത്രവുമല്ല,
ഈ പറയുന്ന സതീശൻ കസേരയിലേക്ക് എത്തുന്നു. സതീശൻ്റെ കസേര ഇളകാത്ത കസേരയായി മാറുന്നു. മാത്രവുമല്ല, മുഖ്യമന്ത്രി കസേരയിൽ സതീശൻ ഇരിക്കുമ്പോൾ നടേശനെതിരെയുള്ള കേസുകളൊക്കെ പിന്നെ ഏത് വഴിക്ക് എങ്ങനെ തിരിയും, എങ്ങനെ പോകും എന്നതൊക്കെ നടേശന് നല്ല ബോധ്യമുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും ദിവസം വിജയന് ഊമ്പിക്കൊടുത്ത് ആ കേസുകളൊക്കെ അവിടെ നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇനി അത് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് നടേശനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം വേദനിപ്പിക്കുന്ന കാര്യമെന്ന്. ഭയപ്പെടുത്തുകയാണ്. വേദനയൊന്നുമല്ല, ഭയമാണ്. മനസ്സിലായില്ലേ? ഭയം എന്ന് പറഞ്ഞാൽ പ്രായം അത്രത്തോളം ആയിട്ടുണ്ട്. ആ പ്രായം അത്രയേറെ എത്തി നിൽക്കുമ്പോൾ ഇനി അഴിയെണ്ണേണ്ടി വരുമോ എന്നുള്ള ഭയം. അത് മിക്കവാറും നടേശ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് നിന്റെ ഭയം തന്നെയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നീ കാട്ടിക്കൂട്ടിയ തമ്മാടിത്തരങ്ങൾക്ക് എണ്ണി 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 മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. അല്ലേ? നടേശന് ഇങ്ങനെ നോക്കുമ്പോൾ നടേശന് സംഭവം ബുദ്ധിയുള്ളതാ. ബുദ്ധി എന്ന് പറഞ്ഞാൽ കുരുട്ട് ബുദ്ധി നന്നായിട്ടുണ്ട്. ആ കുരുട്ട് ബുദ്ധിയിൽ നടേശൻ നോക്കുമ്പോൾ UDF അധികാരത്തിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ഘടകകക്ഷികളോട് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള അഭിപ്രായം തേടും. സ്വാഭാവികമായിട്ടും രണ്ടാം കക്ഷിയായ ലീഗ് സതീശനെ പിന്തുണക്കുന്നു. കോൺഗ്രസിനകത്തും സതീശന് വലിയ പിന്തുണയുണ്ട്. സതീശൻ തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരും. സതീശനാണെങ്കിലോ താനുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും ഒരു കോംപ്രമൈസിനും തയ്യാറില്ലാത്ത വ്യക്തിയാണ്. അയാൾ കസേരയിലേക്ക് കയറിയിരുന്നാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ഭയമുണ്ട്, വലിയ ആവലാതിയുണ്ട്, വലിയ വെപ്രാളമുണ്ട്. അപ്പോൾ പിന്നെ ഈ പറയുന്ന എന്താ പറയേണ്ടത്, നരേശൻ്റെ നാവ് പിന്നെ എന്ത് നാവാണെന്ന് ഞാൻ പറയണ്ടല്ലോ, അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിപ്പോൾ നാളെ ആയി കഴിഞ്ഞാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു കാര്യം നടേശനും ആഗ്രഹമുണ്ട്. എന്താണ്? പിണറായി വിജയൻ അധികാരത്തിലിരിക്കണമെന്ന്. പക്ഷെ നടേശൻ നോക്കിയിട്ടും കാണുന്നില്ല. അപ്പം നടേശൻ പറയുന്നത് എന്താ? ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയൻ അധികാരത്തിൽ വീണ്ടും വരും. അപ്പം നടേശൻ ഇപ്പോൾ പരസ്യമായിട്ട് അങ്ങനെ പറയല്ലാണ്ട് വേറെ വഴിയില്ലെന്നേ. കാരണം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ മുന്നിൽ ഇനിയും ദിവസങ്ങൾ ഒരു എന്താ പറയേണ്ടത്, ഈ പ്രൊസീജിയർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നാളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മറ്റന്നാളും വരുന്ന 2 ദിവസത്തേക്ക് കാവൽ മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള പേരിൽ പിണറായി വിജയൻ തന്നെയാണ് അധികാര കസേര. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തൻ്റെ ബോധ്യം ചിലപ്പോൾ വിളിച്ചു പറഞ്ഞാൽ മറ്റന്നാൾ തനിക്കെതിരെ കേസ്, ഉള്ള കേസുകൾക്ക് വലിയ നീക്കുപോക്കുകൾ ഉണ്ടാകും എന്നുള്ളത് നടേശനെ സംബന്ധിച്ചിടത്തോളം നല്ല ബോധ്യമുള്ളതാ. അപ്പോൾ നടേശൻ ഇങ്ങനെ മാക്സിമം ഊമ്പി എടുക്കുകയാണ്. ഒന്നും വരുന്നില്ല, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ, പാല് വരൂല. കാരണം എന്താ? അപ്പോൾ അതിങ്ങനെ എടുക്കുകയാണ്. എന്നാലും എങ്ങനെയെങ്കിലും സംഭവം സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പം നടേശൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാലേ, ഒന്ന് അയാളുടെ പ്രായം, 2 ഈ പ്രായത്തിൽ അഴിയെണ്ണേണ്ട അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും ആവശ്യപ്പെടാതെ തന്നെ മുട്ടിൽ നിന്ന് ഊമ്പാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും രക്ഷപ്പെടാൻ വേറെ വഴികളില്ല. വഴി ഇത് മാത്രമേ ഉള്ളൂ, ഊമ്പിക്കൊടുക്കുക, ഊമ്പി സുഖിപ്പിക്കുക. മനസ്സിലായില്ലേ? അപ്പം ഇതേ വഴിയുള്ളൂ എന്നുള്ളതാണ് നടേശൻ്റെ തിരിച്ചറിവ്. അതാണ് നടേശൻ്റെ ബോധ്യം. അതാണ്. അത് ചെയ്യുക, ഇഷ്ടമുണ്ടായിട്ടാണെങ്കിലും അല്ലെങ്കിലും അതങ്ങ് ചെയ്യുന്നേ. മനസ്സിലായില്ലേ? മാക്സിമം അവനത് ആഗ്രഹിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അവനത് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണെന്ന് മറ്റാളെ കൂടി ബോധിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. കാരണം ഇല്ലെങ്കിൽ എന്താ, അതാവുമ്പോൾ ഒരാളെ മുന്നിൽ മറ്റേത് അഴി എണ്ണേണ്ടി വരും. 1 2 3 4 5 6 4 3 2 1 ഇങ്ങനെ എണ്ണേണ്ടി വരും. അപ്പോൾ അത് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളമാണെന്നേ. മനസ്സിലായില്ലേ? പിന്നെ സ്വാഭാവികമായിട്ടും എത്ര കാലമായടോ ഈ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഏറ്റവും ഒടുവിലൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, മകനെ പലയിടത്ത് മത്സരിപ്പിച്ചു നോക്കി, ഒരു രക്ഷയില്ല. അപ്പം അവിടെ ഇതിൻ്റെയൊക്കെ ഒരു അസ്വസ്ഥത ഉള്ളിലുണ്ട്. അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി പല കളികളും കളിച്ചു നോക്കിയതാ.
ഇനി വരാൻ പോകുന്നവര് തന്നെ ചവിട്ടിത്തെറിപ്പിക്കുന്നവരാണ് വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതിനേക്കാളേറെ അസ്വസ്ഥതയാണ്, വെപ്രാളമാണ്. അത് തന്നെയാണ് നടേശനെ ഇത്രയധികം രോഷാകുലനാക്കുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. എന്താണെങ്കിലും എനിക്കിത് ഈ കുരുപൊട്ടൽ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം നടേശൻ്റെ മുഖത്ത് ആ ഭയം അങ്ങനെ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. യു ഡി എഫ് ഗവൺമെൻറ്, മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ, ഇതൊക്കെ ആലോചിക്കുമ്പോഴുള്ള ഒരു ഭയമുണ്ടല്ലോ, അത് നടേശൻ്റെ മുഖത്ത് നന്നായിട്ട് നിഴലിച്ച് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഇപ്പം ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഏത്, താനൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പിണറായി ക്യാബിനറ്റിലെ മന്ത്രിയെ ഈ തവണ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അവിടെ പരാജയം മണത്തിട്ട് എനിക്ക് താനൂര് വേണ്ട, തിരൂര് മതി എന്നിട്ട് അങ്ങോട്ട് ഓടുന്നു. അവിടെ ഭയം എന്തായിരുന്നു? പരാജയത്തെ ഭയത്തിൻ്റാണ് തിരൂരിലേക്ക് ഓടിയത്. അവിടെ കാത്തിരുന്നതോ അവിടെയും കാത്തിരിക്കുന്നത് ഭയമാണ്, അല്ല പരാജയമാണ്. അതുപോലെ തന്നെ നടേശനെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ട് നോക്കിയാലും ഭയമാണ്, വല്ലാതെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. UDF സർക്കാർ, വി.ഡി. സതീശൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു പെട്ടപ്പെട്ടപ്പുണ്ടല്ല, മനസ്സിലായില്ലേ? അതാണ് ഇത്രയേറെ എന്താ പറയുന്നത്, രോഷാകുലനാക്കുന്നത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ നാളെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇതിനേക്കാളും വലുത് വിളിച്ചു പറയും. മനസ്സിലായില്ലേ? സ്വാഭാവികം മാത്രം. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സതീശനെ അത്രമാത്രം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്.